ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രേമലു സിനിമയുടെ സീൻസ് നമ്മൾ റിയാക്ട് ചെയ്യുകയായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ വീഡിയോ പ്രേമലുവിന്റെ ചെയ്തതിനകത്ത് ആ ഒരു ഇന്റർവെൽ സീനായിരുന്നു. ശേഷം പിന്നെ നമ്മൾ ഒരുപാട് കൈയടിച്ച് ചിരിച്ച സീൻ ഇതിനകത്തെ ആ ഒരു കല്യാണത്തിന്റെ ആ ഒരു സമയത്ത് ആ റിസപ്ഷൻ എന്ന് വെച്ചാൽ പ്രീ ക്ലൈമാക്സിൽ മറ്റേ പുള്ളിക്കാരനെ ജെ കെ ഇട്ട് കളിയാക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും ആസ്വദിച്ച സീനാണ്. എന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ജെ കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സിനിമയിലോട്ട് പോയപ്പോഴത്തേക്ക് അതിനകത്ത് ജെ കെ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അല്ലെ, ആ ഒരു ക്യാരക്ടർ അത്രയും വെറുപ്പിച്ച് നമുക്കും പുള്ളിയെ എന്തെങ്കിലും പറയണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ആ ഒരു സീൻ വന്നത്. നമ്മൾ ആ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കല്ലേ ആ ഒരു നമ്മളും ആഗ്രഹിച്ച ഒരു സീൻ എന്നുവെച്ചാല് പുള്ളിയെ നമുക്ക് അത്രയും വെറുപ്പിക്കലുണ്ട്, അത്രയും കളിയാക്കണമെന്ന് തോന്നിയ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സീൻ എടുത്തിട്ടത്. നമ്മൾ ശരിക്കും കൈയടിച്ച് അതിനകത്ത് എടുത്തു പറയേണ്ട ഇവരുടെ ആ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ ഇവരുടെ ആ സംഭവം നടക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മുടെ ആ മീനാക്ഷിയുടെ ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇതിനകത്ത് ആ ഒരു എല്ലാം ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്ന രീതികൾ സൂപ്പറായിട്ട് തന്നെയായിരുന്നു. അവിടെയൊക്കെ നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സീൻ കണ്ടുപോകാം. ഇതല്ല രാജമൗലി പറഞ്ഞ സീൻ ഇങ്ങനെ കാണിക്കുന്നത്. ചെന്നൈന്നാണോ വരുന്നത്? അല്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത്. എന്റെ വിസ വന്നായിരുന്നു. അപ്പൊ ഞാൻ പോവാണ് യുകെക്ക്. എന്ന്? നാളെ പോവും. ഇവിടെ നിന്നടിക്കോ പോകുന്നത്? എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പൊ ഇവിടുന്ന് പോവാന്ന് ചോദിച്ചു. നാളെ രാവിലെ 11:30 ഫ്ലൈറ്റ്. ഇവിടുന്ന് നേരെ ദുബായ്, അവിടുന്ന് നേരെ ലണ്ടൻ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് യുകെയില്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെ പറഞ്ഞാൽ മതി. അല്ല, അതിന്റെ ആവശ്യം ഉണ്ടാവുന്ന കുഴപ്പമില്ല. ഞാൻ കുറച്ച് ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീ രണ്ടിനും റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്തിട്ട് എന്തിനാണ് പറയുന്നത്? എനിക്ക് വയ്യ. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാനൊന്ന് നിനക്ക് പറഞ്ഞിട്ട് നീ വിഷമിച്ചു പോയെന്ന് അമല് പറഞ്ഞു. അത് കേട്ടപ്പോ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല, അതാ വിളിച്ചത്. ഓ, നിന്റെ മനസ്സമാധാനം അതെപ്പോഴും ഒക്കെ ആയിരിക്കണം അല്ലേ? അച്ഛൻ അവിടെ എവിടെയോ കറങ്ങി നടക്കുന്നു. അച്ഛനോട് ചോദിക്കണം അമ്മ എവിടെയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അച്ഛൻ അമ്മ കുട്ടി കളിക്കാട്ടോ. കൊച്ചിനെ പഠിപ്പിച്ചോലുണ്ടോ അമൽ ഡായ്സേ? നീ അവന് ഡ്രിങ്ക്സ് കൊടുത്തല്ലേ? സച്ചിൻ, അമൽ, നീട്ടോ. എന്റെ പൊന്നാതി, ഞങ്ങള് നല്ല ടയർഡാണ്. പോരാത്തതിന് 3 അടിച്ചിട്ടുള്ളൂ. ആദ്യം ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഐ ഇൻസിസ്റ്റ്. ഞങ്ങൾ പോയാ
അതിൽ കൂടുതൽ നിങ്ങൾ എന്നെ. സച്ചിൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? റിനു ആകെ വിഷമത്തിലാണ്. എന്തിന് ആരെയും ചത്ത? ബിക്കോസ് ഓഫ് യു. എനിക്ക് വ്യക്തമായില്ല. വ്യക്തമാക്കി തരാം. ഞങ്ങളുടെ നെറ്റ് ബാങ്കിങ് ഒരു ഫാമിലി പോലെ. Now it's like a dysfunctional family. എല്ലാം വളരെ ശാന്തമായി ശ്രാവണിയുടെ വെഡിങ് വരെ. Then you two came. അന്ന് തുടങ്ങി ഇന്ന് ഈ ഫംഗ്ഷൻ വരെ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. രണ്ട് പരാതി ജീവികളൊക്കെ എന്തൊക്കെയാ പറഞ്ഞവരെ ചാക്കിലാക്കി കാറിക്കേറ്റി കൊണ്ടുപോവുക, സെന്റ് അടിച്ച് അവളുടെ കൂടെ ട്രെയിനിൽ നാളെ വരെ കൂട്ടുപോവുക, അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരിക, ഞങ്ങളുടെ ട്രിപ്പിൽ വരിക, എന്തോ പച്ചമരുന്ന് കലക്കി കൊടുത്ത് അവളെ വശീകരിക്കാൻ നോക്കുക. നീ എന്ന് എന്താണ് അവൾക്ക് കുറുക്കി കൊടുത്തേ? കൈവശാണോ? സച്ചിൻ ഇനിയെങ്കിലും പറഞ്ഞു, വാട്ട്സ് യു പ്രോബ്ലം മാൻ? പ്രേമം. വാട്ട്? കേട്ടിട്ടില്ലേ? എനിക്ക് അവളോട് ഭയങ്കര പ്രേമമാണ്. ഞാനത് അവളോട് പറഞ്ഞു. അവള് പറ്റൂലെന്നും പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ഥലം വിട്ടു. ഇപ്പൊ നാളെ ദൈവം. അല്ല സഹാബ് ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോ അതിനിടയ്ക്ക് നീ അവളെ പ്രപ്പോസും ചെയ്തു. പിന്നല്ലാണ്ട് നിന്റെ പോലെ ബെസ്റ്റ് കളിച്ച് പുറകെ നടക്കണം. എനിക്ക് കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. വാട്ട്? എനിക്ക് നിന്നോട് പ്രേമം. സച്ചിൻ നല്ല മൂടിലല്ലെന്ന്. എനിക്കെന്താണ്? നമുക്ക് പിന്നെ സംസാരിക്കാം. അമൽ ഡേയ്സ് സച്ചിനെ വിളിച്ചിട്ട് പോകും. അത് ശരി. മര്യാദത്തോടെ മനസമാധാനമായിട്ട് വെള്ളമടിച്ചോണ്ടിരുന്ന ഞങ്ങളോട് വിളിച്ചു എത്തിയിട്ട് നീന് സംസാരിച്ചിട്ട് പോയാ മതി. അമലെ കൂൾഡാ. ഇടി നീ ഏതൊരു ടീമിനെ പിടിച്ചു മാറ്റിയില്ല, ഇത് വഷളാവും. റിലാക്സ്. എനിക്ക് റീനോട് പ്രേമാണെന്ന് കരുതിയിട്ടാക്കി നിങ്ങൾ ചീപ്പ് ഷോ കാണിക്കുന്നത് അല്ലേ? അല്ല, റീനോട് എന്നോട് പ്രേമുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഉണ്ടോന്ന് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ സോറി ഗൈസ്. എനിക്ക് ആ കുട്ടി തിരിച്ച് സ്നേഹിച്ചേ പറ്റും. ബിക്കോസ് ഞങ്ങൾ തമ്മിൽ അത്ര നല്ല വൈകലാണ്. റീനോ ഒന്നല്ല, നമുക്ക് നേരിട്ട് ചോദിക്കാം. എത്തിയാൽ റീനു, തന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ സമയമായിരിക്കും. Now then, do you love me? No. സച്ചിനെ മതി നിർത്തും. റീനുവിന് ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായല്ലോ തോന്നുന്നു. മനസ്സിലായി. എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഓ, ഞാനൊന്ന് വഴക്ക് പറഞ്ഞുള്ള പരിഭവം. എന്നാ ഇഷ്ടമാണ് നിന്നെ തുറന്നങ്ങ് സമ്മതിച്ചിരിക്കുന്നത്. ആദ്യക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? റീനു, ജെകെയുടെ നിർത്ത ആൾക്കാർ ശ്രദ്ധിക്കുന്നു. പണ്ടൊരു ജെകെ. എടോ, എനിക്ക് തന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. എനി റീസൺ? ഒരു 100 റീസൺ തരാം. എടോ, ആ ട്രിപ്പിന് തനിക്ക് അറ്റൻഷൻ കിട്ടാത്തതിന്റെ ദേഷ്യമില്ല താരം ആ പ്രൊജക്ടിനോട് തീർത്തത്. എന്നിട്ട് പണി മൊത്തം എനിക്ക് കിട്ടും. മീറ്റിംഗിന്റെ സമയത്ത് മുങ്ങിയല്ലോ താൻ. റീനു, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എനിക്കെന്താ വിശാഖപട്ടണത്തിൽ എക്സാക്ട്ലി. അപ്പൊ ലഞ്ച് ടൈമിൽ മാരി ആദ്യം എന്ന് പറഞ്ഞതോ? ആദ്യം ഇറ്റ് വാസ് എ ഗെയിം. അന്ന് അയാൾക്ക് സുബിൻ പറഞ്ഞു. എന്നിട്ട് സുബിനെ പോയി കൊല്ലണോ? ദൈവമേ. സീ ഗൈസ്, റീനോടൊന്നുമില്ല. എടോ, അതൊക്കെ ഞങ്ങൾ തന്നോട് പറഞ്ഞത്. തന്റെ കണ്ണൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആഴ്ചന്റെ തൊണ്ട ഇടുന്നുണ്ട്. ഇവൻ എന്നോടുള്ള പ്രശ്നം എനിക്ക് മനസ്സിലാവാ. നിനക്കെന്താണ് എന്നോട് പ്രശ്നം? സാർ ചോദിച്ച സ്ഥിതിക്ക് പറയാം. അന്ന് ട്രിപ്പിന് പോയ സമയത്ത് ഞാൻ യുവൻ ശങ്കരാചാര്യ പാട്ട് പാടിയപ്പോ നീ എന്താണ് പറഞ്ഞത്? തല്ലിപ്പൊളി പാട്ടുന്നല്ലേ? അന്ന് ഞാൻ ഉറപ്പിച്ചാണ് ഒരു കാരണമില്ലെങ്കിലും നിന്നെ പിടിച്ച് 2 ഇടി ഇടിക്കണമെന്നുള്ളത്. നീയല്ലേ പറഞ്ഞ എന്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരണം, ഷെല്ലിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടരുതെന്ന്. ഇപ്പൊ എന്റെ സകല ഷെല്ലും പൊട്ടിരിക്കണം. അങ്ങനെ തന്നെ. ശ്രീനി, സ്ത്രീകളെ കുട്ടികളെ മാറ്റി നിർത്തും. സ്ത്രീകൾക്ക് എന്താണ് ആദ്യയുടെ കോൺഗ്രസ് കിട്ടിട്ട് പറഞ്ഞില്ലല്ലോ. അടിക്കും. അല്ലെങ്കിൽ നീ മറ്റേ ഇതിട് നിന്നെപ്പോലെ കൊറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ. കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ വലത്തില്. CBSE നിനക്ക് സ്റ്റേറ്റ്സ് ഉള്ളവരെ അറിയാൻ പാടില്ല. സച്ചിനെ പോലെ
പെണ്ണെ നീ നിർത്തിക്കോ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിർത്ത്. ഞാൻ നിർത്തണം, പിന്നെ ഞാൻ നിർത്തണം. നീ എന്നെ തുടങ്ങി വെച്ചത്, ഇപ്പൊ നീ എന്നെ നിർത്തണം. ഒച്ചയമ്പോൾ ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. ഓടെ സച്ചനെ നിർത്ത്. അമ്മാരി അവർ എടുക്കറാടാ യൂട്ടേൺ. അശു ആദിക്കുട്ട ഇവ മമ്മിനോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ. ഇനി മതി. ഓ നിർത്തി. ഇതുപോലുള്ള കളിയാക്കല് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരുപാടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് കളിയാക്കുക, അവന്റെ ഇതിനകത്തൊക്കെ പറഞ്ഞില്ലേ കണ്ണിക്കൂടെ വെള്ളം വരുന്നു, തൊണ്ടയിട്ടിരുന്നു. അതൊക്കെ നമ്മള് ഈ ഒരാളെ കളിയാക്കുമ്പോ കൂട്ടത്തിൽ കൂട്ടി കളിയാക്കുമ്പോ നമ്മൾ അടിക്കുന്ന ഡയലോഗ് ഇതിനകത്ത് വന്നേക്കുന്നത്. എനിക്കൊന്ന് ഇതിനകത്ത് ഓരോ ക്യാരക്ടറും ഇതിനകത്ത് പറയുന്ന പല ഡയലോഗുകളും എല്ലാം എല്ലാവരുടെ ലൈഫ് സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇപ്പൊ ഇവര് പറയുന്നത് ഇപ്പം ഈ ഇതിനകത്ത് തന്നെ പറഞ്ഞില്ല ഇപ്പൊ ടിക്കിന്റെ കാര്യം. അപ്പൊ ഈ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലവരോട് മെസ്സേജ് നോക്കുന്നു, അപ്പൊ അതിനകത്ത് ബ്ലൂടിക്ക് വീണു അവർ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ ആ ഒരു മൈൻഡിൽ അങ്ങനെ വരും. അപ്പൊ ഒരുപാട് പേർക്ക് ഈ ആ ഒരു ഡയലോഗ് തന്നെ റിലേറ്റഡ് ആയിട്ട് ഇല്ല കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ കളിയാക്കുന്നതും പിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സീനും അങ്ങനെ ഒരുപാട് ഇപ്പം ഇതിനകത്ത് തന്നെ വിരഹവും എല്ലാം ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഒരു ഇഷ്ടപ്പെട്ട സീൻ ഇപ്പൊ രാജമൗലി തന്നെ ഒരു സീൻ പറഞ്ഞിട്ടില്ല, മിച്ചരജി അവളെ കാണുമ്പോ ഇങ്ങനെ ഹായ് കാണിക്കുന്നത്. ആ ഒരു ഹായ് കാണിക്കലിനകത്ത് തന്നെ ആ എല്ലാം ഉണ്ട്, എല്ലാ റിയാക്ഷനും ആ ഒരൊറ്റ ഹായ് കാണിക്കുന്നുണ്ട്. അപ്പം അതാ പുള്ളിക്കാരൻ അന്ന് ആ സ്റ്റേജ് വെച്ച് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട സീനാണെന്ന് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് എനിക്കൊന്ന് ഇല്ലേ അമലും അതുപോലെ തന്നെ നമ്മുടെ നസ്ലിന് വരുന്നത്. അവര് തമ്മിൽ ആ ഒരു നമ്മൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു കോംബോ ഭയങ്കര. പിന്നെ ഇതിനകത്ത് ആരും പ്രതീക്ഷിക്കാതെ ഭയങ്കരമായിട്ട് കൈയ്യടി കിട്ടിയ സീനാണ് ആ ഒരു കിസ് അടിക്കുന്ന സീനുണ്ട്. നമ്മളാര് ഏതാ CBSE എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജ് സിലബസിലെ പിള്ളേരെ കളിക്കുന്നത് ആ ഒരു പെട്ടെന്ന് ആ ഒരു കിസ് അടി ആരും പ്രതീക്ഷിക്കുക. അതൊക്കെ ഭയങ്കര വരുന്നത്. അത് ഓരോരോ മിനിറ്റ് ഓരോ സെക്കൻഡും ആസ്വദിക്കാനുള്ള ഭാഗങ്ങളെല്ലാം ഈ സിനിമയിലുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മള് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ക്ലൈമാക്സ് ഭാഗം നമ്മളടുത്ത് പ്ലാൻ ചെയ്തത്. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ശരിക്കും ചിരിച്ച് കണ്ട സീനാണ്. അപ്പൊ ആ ഒരു സീനോടെ നമുക്കൊന്നുകൂടെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.